ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. നിയോ ഹോം ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എന്താ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് 8 CBSE സയൻസ് ബയോളജി ടോപ്പിക് ആയിരുന്നു അല്ലെ. അതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഓർക്കുണ്ടോ ആരെങ്കിലും? ഏത് ഗ്യാസ് ആണ് വിച്ച് ഗ്യാസ് ഇസ് യൂസ്ഡ് ഇൻ ടയറിൽ ഉപയോഗിക്കണേ? അതിന് ഇൻഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയറിൽ ഉപയോഗിക്കുന്ന ഏത് ഗ്യാസ് ആണ്? ഏതാ? ആൻസർ നൈട്രജൻ ആട്ടോ. എഴുതി വെക്കണേ, നൈട്രജൻ ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ലൈവ് സെക്ഷൻ 8 മണി തൊട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ലിങ്ക് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് പഠിക്കാൻ പോണ സെൽ ഓർഗനൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയും. കാരണം സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതായത് പവർ ഹൗസ് ഉണ്ടെങ്കിലാണ് എന്ത് നടക്കുള്ളൂ? ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ നടക്കുള്ളൂ. ഒരു സെല്ലിന്റെ ഉള്ളില് എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം? എനർജി വേണം. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ആരായിരിക്കും? മൈറ്റോകോൺട്രിയ ആയിരിക്കും. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഉണ്ടാവും. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രൈൻ ഉണ്ട്, ഡബിൾ മെംബ്രൈനിയസ് സ്ട്രക്ചറാണ്. ഒരു സോസേജ് ഷേപ്പ് ഓർഗനൽ ആണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. എയറോബിക് റെസ്പിറേഷൻ നടന്നാലാണ് എന്തുണ്ടാവുള്ളൂ? എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാവുന്നത് നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് ATP. അപ്പം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഉള്ളിലേക്ക് നോക്കിക്കേ, 2 മെംബ്രൈൻ. പിന്നെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എന്തുണ്ട്? ആ മെംബ്രൈൻ ഔട്ടർ മെംബ്രൈൻ, ഉള്ളിലുള്ള മെംബ്രൈൻ ഇന്നർ മെംബ്രൈൻ. പിന്നെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എന്താ? ബാക്കിയുള്ള പോർഷൻ നമ്മൾ മെട്രിക്സ് എന്ന് പറയും, മെട്രിക്സ്. പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ പോർഷൻ കണ്ടോ ഇതിന്റെ ഉള്ളില്? അതിന് നമ്മൾ സിസ്റ്റ എന്ന് പറയും. സിസ്റ്ററിനെ അല്ല, സിസ്റ്റ എന്ന് പറയും. സിസ്റ്റ എന്ന് പറയും ഇതിനെ. ക്രിസ്റ്റ എന്നായിരിക്കും പഠിച്ചിരിക്കണം. ക്രിസ്റ്റ ഈ സ്ട്രക്ചർ. അപ്പം പിന്നെ ഈ മെമ്പറൈൻ ഉണ്ടല്ലോ, അതായത് ഔട്ടർ മെമ്പറൈനും ഇന്റർ മെമ്പറൈനും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഇന്റർ മെമ്പറൈൻ സ്പേസ് ഉണ്ട്, ഇന്റർ മെമ്പറൈൻ സ്പേസ്. ഇത്തരം കാര്യങ്ങളാണ് മൈറ്റോകോൺട്രിയക്കുള്ളത്. മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ് സെൽ എന്ന് ഓർത്തിരിക്കുക. ഡബിൾ മെമ്പറൈൻ സ്ട്രക്ചർ എന്ന് ഓർത്തിരിക്കുക. അവിടെയാണ് ATPയുടെ പ്രൊഡക്ഷൻ നടക്കണേന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മള് വാക്യൂള് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. വാക്യൂള് എന്തെന്നാ പറഞ്ഞേ? ഒരു വലിയൊരു ഓർഗനലാണ് വാക്യൂള്. പ്ലാന്റ്സിൽ വലുതും അനിമൽസിൽ ചെറുതും. വാക്യൂള് എങ്ങനെയാ? നമ്മുടെ വീട്ടില് കിച്ചൺ ഒക്കെ പോലെ അതിന്റെ ഉള്ളിലാണ് എന്ത് കിടക്കണേ? സ്റ്റോറേജ് കിടക്കണേ. ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യണേ ഒരു സെല്ലിന്റെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള എല്ലാം അല്ലെ നടക്കണം. അത് എങ്ങനെയായിരിക്കും? പ്ലാന്റ് സെൽസിൽ വാക്യൂള് ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ അതിന്റെ വോളിയത്തിന്റെ 80% എന്തായിരിക്കും? വാക്യൂളായിരിക്കും. ആരില്? പ്ലാന്റ് സെൽസിൽ. പക്ഷെ അനിമൽ സെൽസിൽ വാക്യൂൾ എങ്ങനെയായിരിക്കും? കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. കണ്ടോ? ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ നോക്കുവാണെങ്കിൽ വാക്യൂള് കണ്ടോ? ഒരു വാക്യൂളേ ഉള്ളൂ, പക്ഷെ അതെന്താ? വലുതായിരിക്കും. അത് എന്താ? വാട്ടറിനെ സ്റ്റോർ ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, സ്റ്റോറേജ് ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ ആയിരിക്കും ഫംഗ്ഷൻ. മെയിൻ ആയിട്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം ഈ വാക്യൂൾ ഇങ്ങനെ വാട്ടറിനെ സ്റ്റോർ ചെയ്യുമ്പോൾ സെല്ലിങ്ങനെ നല്ല വീർത്തിരിക്കും. കാരണം സെല്ലിന്റെ ഒരു 80% എന്താ? ഈ വാക്യൂളാ. അനിമൽ സെല്ലിൽ നോക്കിയേ, വാക്യൂൾ എന്ത് ചെറുതാ നോക്കിക്കേ. പക്ഷെ എന്താ? കുറെ നമ്പർ ഉണ്ട്. ബാക്കിയുള്ള ഒത്തിരി നമ്പർ ഉണ്ട്. ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യുന്നത്, വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്, വേസ്റ്റ് മെറ്റീരിയൽസിനെ വരെ ഇത് സ്റ്റോർ ചെയ്യും. ആര്? വാക്യൂൾസ് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും ഓർഗനൽ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കുറച്ച് ഓർഗനൽസിനെ പറ്റി പറഞ്ഞു അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു, ഗോൾഗി അപ്പാരറ്റസ് പറഞ്ഞു, റൈബോസോം പറഞ്ഞു, വാക്യൂൾസ് പറഞ്ഞു, ന്യൂക്ലിയസ് പറഞ്ഞു, ലൈസോസോം പറഞ്ഞു. ഈ ഓരോ ഓർഗനൽസിനും ഓരോ നിക് നെയിം ഉണ്ട്. നമുക്കിപ്പോ വീട്ടിൽ വിളിക്കുന്ന ഒരു നിക് നെയിം ഉണ്ടാവും അല്ലെ. അതേപോലെ നമുക്ക് ഓരോ ഓർഗനൽസിനും ഒരു നിക് നെയിം വെച്ച് പറയാം. അപ്പൊ മൈറ്റോകോൺട്രിയ ആണ് നമുക്കറിയാം എന്താ? പ്രോട്ടീൻ ഉണ്ടാക്കുക. പവർ ഹൗസ് നമുക്ക് പറയാം, പ്രോട്ടീൻ. പിന്നെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? എല്ലാം കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ്. അപ്പൊ ഒരു സെല്ലിന്റെ ബ്രെയിനാന്ന് പറയാം. ആരെ? ന്യൂക്ലിയസ്. അപ്പൊ എഴുതി വെച്ചോ, ന്യൂക്ലിയസ് നമുക്കൊരു സെല്ലിന്റെ ബ്രെയിനാന്നൊക്കെ പറയാം. ഇനി റൈബോസോം എന്താ? റൈബോസോം ഒരു പ്രോട്ടീൻ ഫാക്ടറി പോലെയാ. അവിടെ എന്താ? പ്രോട്ടീൻ സിന്തസൈസ് ഒക്കെ നടത്തണ അവിടെയാ. ആര്? റൈബോസോമിന്റെ ഉള്ളിലാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണേ അല്ലെ. ഇനി ഗോൾഗി അപ്പാരറ്റസോ? ഈ പ്രോട്ടീനെ, അതായത് നമ്മുടെ റൈബോസോംസ് ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളെ എന്ത് ചെയ്യും?
ആ പ്രോട്ടീനെ സെല്ലിന്റെ പല പാർട്ടിലേക്കും സെൻഡ് ചെയ്യുന്ന ഒരു മെയിൽ റൂം എന്നൊക്കെ പറയാം, ഒരു പോസ്റ്റ്മാൻ എന്നൊക്കെ പറയാം അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മെസ്സേജ് വേറെ സ്ഥലത്തേക്ക് കൊടുക്കാം. അതുപോലെ പ്രോട്ടീൻ ഒരു സ്ഥലത്ത് നിന്ന് പല പല ഭാഗത്തേക്ക് കൊടുക്കണ ആരാ? അതാരാ? ഗോൾഗി അപ്പാരറ്റസ് ആയിരിക്കും. ഗോൾഗി അപ്പാരറ്റസ്. ഇനി സെൽ മെംബ്രെയിൻ എന്താ? ഒരു ഗേറ്റ് കീപ്പർ എന്ന് പറയാം. ആ സെല്ലിന്റെ ചുറ്റുമുള്ളത് ഒരു ഗേറ്റ് കീപ്പർ പോലെ ആക്ട് ചെയ്യണ ആരാ? അതായിരിക്കും ആര്? സെൽ മെംബ്രെയിൻ. പിന്നെ ലൈസോസോമിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ഓൾഡ് ആയിട്ടുള്ള ഓർഗനൽസിനൊക്കെ നശിപ്പിച്ചു കളയുന്ന ലൈസോസൈമാ. അതിന്റെ ഉള്ളിൽ കുറെ എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സൂസൈഡ് ബാഗ് എന്ന് നമ്മൾ ലൈസോസൈംസിനെ പറയും. സൂസൈഡ് ബാഗ് ഓഫ് എ സെൽ എന്ന്. കാരണം എന്താ? കുറെ അതിന്റെ ഉള്ളിൽ എൻസൈം ഉണ്ട്. അതാണ് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ സെല്ലിന്റെ ഉള്ളിൽ വന്ന് വേസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള്, ഓൾഡ് ആയിട്ടുള്ള ഓർഗനൽസിനെയൊക്കെ നശിപ്പിച്ചു കളയേണ്ടത് ആരായിരിക്കും? ഈ ലൈസോസൈം ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കും, നമ്മുടെ സെല്ലിനെ നമുക്കൊരു ഫാക്ടറി ആയിട്ട് കാണാം അല്ലെ. ഒരു ഫാക്ടറിയിലേക്ക് പോകാം. നമ്മളിപ്പോ ഒരു ഫാക്ടറിയിൽ ഇരിക്കുന്നു. ആ ഫാക്ടറിയിൽ എന്തുണ്ട്? ആ ഫാക്ടറിയുടെ ഹെഡ് ക്വാർട്ടർ ആണ് എന്ത്? ന്യൂക്ലിയസ്. ആ ഫാക്ടറിയുടെ ഉള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഹെഡ് ക്വാർട്ടർ എന്ന് പറയാം ആര്? ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ആ ഫാക്ടറിക്ക് ഒരു ഫ്ലോർ ഉണ്ടാവില്ലേ? ഫ്ലോർ ഉണ്ടല്ലോ. ആ ഫ്ലോർ ആയിരിക്കും ആര്? സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിലും, അതായത് ഫാക്ടറിയുടെ ഫ്ലോറിലായിരിക്കില്ല എല്ലാ ആക്ടിവിറ്റീസും നടക്കണേ. ആ ഫാക്ടറിയിലെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം നടക്കണേ ആ ഫ്ലോറിലായിരിക്കും. അതേപോലെ സെല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് എവിടെയായിരിക്കും? ആ ഫ്ലോറിലായിരിക്കും. ആ ഫ്ലോറിനെയാണ് നമ്മൾ എന്ത് പറയണേ? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സെല്ല് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള സ്പേസ്, അതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ എന്താ? ഒരു ഫാക്ടറിയുടെ ഗേറ്റ് പോലെ ഇരിക്കും. ആ ഗേറ്റ് ആ ഫാക്ടറിയുടെ വാതിലൊക്കെ പോലെ ഇരിക്കും. ആ വാതിൽ വഴിയാണ് പുറമേ നിന്ന് ഒരാൾക്ക് ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്കും പോകാൻ പറ്റണമെങ്കിൽ ഏതാ? ആ ഗേറ്റ് വഴിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഈ സെൽ മെംബ്രെയിൻ വഴിയാണ് എന്താ? സെല്ലിന് ഉള്ളിലേക്ക് ഒരു സാധനത്തിന് വന്നെങ്കിലും പുറത്തേക്ക് ഒരു സാധനത്തിന് പോകണമെങ്കിലും ഈ സെൽ മെംബ്രെയിൻ വഴിയേ പോകാൻ പറ്റുള്ളൂ. ഒരു ഗേറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ആരെ പറയാം? ഒരു ഫാക്ടറിയുടെ ഗേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആരെ പറയാം? ഗേറ്റ് പ്ലാസ്മ മെംബ്രെയിനെ പറയാം. ഇനി അടുത്താണ് റൈബോസോം. റൈബോസോം ആണ് ഫാക്ടറിയുടെ ഉള്ളിലുള്ള വർക്കേഴ്സ്, ജോലിക്കാർ. റൈബോസോമിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. അപ്പൊ ഈ ഫാക്ടറിയിലുള്ള വർക്കേഴ്സ് ആണ് എന്തുണ്ടാക്കണേ? ആ ഫാക്ടറിയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കണേ. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ പ്രോട്ടീൻ ഉണ്ടാക്കണ ആരാ? റൈബോസോം. ഒരു ഫാക്ടറിയുടെ വർക്കർ ആയിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? റൈബോസോംസിനെ നമുക്ക് കണക്കാക്കാം. ഇനി എന്താ? ഈ ഉണ്ടാക്കുന്ന പ്രോട്ടീനെ അവിടെ നിന്ന് വേറെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടേ? ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം വേണ്ടേ? അപ്പൊ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണതും എക്സ്പോർട്ട് ചെയ്യണതും ഒക്കെ ആരായിരിക്കും? അതിനൊരു ഫിനിഷിങ് ചെയ്യുന്ന ഒരു പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. എക്സ്പോർട്ടേഷൻ ഒക്കെ നടത്തണേ, അത് എക്സ്പോർട്ട് ചെയ്യാനും ഫിനിഷിങ്ങും പാക്കിങ്ങും ഒക്കെ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ സെല്ലിന്റെ ഉള്ളിലുള്ള ആളാണ് ഗോൾഗി അപ്പാരറ്റസ്. അപ്പൊ നമ്മുടെ റൈബോസോം ഉണ്ടാക്കുന്ന പ്രോട്ടീനെ ഈ ഗോൾഗി അപ്പാരറ്റസ് ആണ് എന്ത് ചെയ്യണേ? അത് ഒരേ പാർട്ടിലേക്ക് കൊണ്ടുപോകണത് ആരായിരിക്കും? ഈ ഗോൾഗി അപ്പാരറ്റസ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ ഫാക്ടറിയിൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണ്ടേ? ആവശ്യമുള്ള സാധനങ്ങളെയൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അതേപോലെ നമ്മുടെ സെല്ലിന്റെ ഉള്ളില് ഇങ്ങനെയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്ന ആരായിരിക്കും? ലൈസോസോം ആയിരിക്കും. അപ്പൊ അവരാണ് ഒരു മെയിൻ്റെനൻസ് ക്രൂ എന്ന് നമുക്ക് പറയാം അല്ലെ. ആരെ? ലൈസോസോമിന്. ഇനി നമ്മുടെ ഈ ഫാക്ടറിക്ക് പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണ്ടേ? വേണം. അപ്പൊ ഫാക്ടറിക്ക് എനർജി കൊടുക്കാൻ അവിടെ ഒരു പവർ ഹൗസ് ഉണ്ടാവും. അപ്പൊ അതേപോലെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള എനർജി കൊടുക്കണ ആരാ? മൈറ്റോകോൺഡ്രിയ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലെ പവർ ഹൗസ് ആരാ? അത് മൈറ്റോകോൺഡ്രിയ. ഓക്കെ, മൈറ്റോകോൺഡ്രിയ. ഇനി നമുക്ക് അടുത്തത് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്താ? പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ മെംബ്രെയിൻ ഓർഗനല്ല. ഡബിൾ മെംബ്രെയിൻ, അത് രണ്ട് മെംബ്രെയിൻ ഉള്ള ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. രണ്ട് മെംബ്രെയിൻ ഉണ്ട്. അപ്പം ഈ പ്ലാസ്റ്റിഡ്സ് നമുക്ക് ആരിലൊക്കെ കാണാം? പ്ലാന്റ്സിലാണ് പ്ലാസ്റ്റിഡ്സ് കാണുന്നത്. പ്ലാന്റ്സിലും അനിമൽസിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിഡ്സ് കാണാൻ പറ്റും. ഈ പ്ലാസ്റ്റിഡ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യണേ? സ്റ്റോറേജിനൊക്കെ ഹെൽപ്പ് ചെയ്യണേ. നമ്മൾ അനിമൽ സെൽസിൽ വാക്യൂൾ ഉണ്ട് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിഡ്സിന് ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു റോൾ ഉണ്ട്. നമുക്ക് പ്ലാന്റ്സിൽ പ്രത്യേകം കാണാൻ പറ്റുന്ന കാര്യമാണ് പ്ലാസ്റ്റിഡ്. അനിമൽ സെൽസിൽ ഇല്ലാട്ടോ, പ്ലാന്റ് സെൽസിൽ. അപ്പം ഈ പ്ലാസ്റ്റിഡുകള് ഇതിനകത്ത് ഒരേ പിഗ്മെന്റുകൾ ഉണ്ട് പ്ലാസ്റ്റിഡ്സിൽ. അവരാണ് എന്താ?
ഈ ഫോട്ടോസിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്കൊരു പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൽ വേണം. ആ ഓർഗനലിന്റെ ഉള്ളിലുള്ള കുറെ പിഗ്മെന്റുകൾ ഉണ്ട്. ആ പിഗ്മെന്റുകളാണ് ഇവരെ എന്തിനു സഹായിക്കണേ? ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. ഈ പ്ലാസ്റ്റിഡ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിഡ്സ് ഇപ്പൊ പ്ലാസ്റ്റിഡ്സ് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റ് ഇങ്ങനെ കിടക്കും പ്ലാന്റ് സെൽസിൽ. അപ്പൊ പ്ലാസ്റ്റിഡ്സ് തന്നെ മെയിൻ ആയിട്ട് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയും. ല്യൂക്കോപ്ലാസ്റ്റിഡ്സ് എങ്ങനെയാ? പ്ലാസ്റ്റിന് കളർ ഒന്നുമില്ല, സ്റ്റാർച്ച് ഒക്കെ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ. ഇപ്പൊ നമുക്കറിയാം ഈ പൊട്ടറ്റോയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുകയല്ലേ ചെയ്യണേ? പൊട്ടറ്റോ സെൽസ് ല്യൂക്കോപ്ലാസ്റ്റാ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ്. ഈ ല്യൂക്കോപ്ലാസ്റ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. സ്റ്റോറേജ് ചെയ്യുന്നതാണ് ല്യൂക്കോപ്ലാസ്റ്റ്. അത് തന്നെ എന്താ പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? എമിലോപ്ലാസ്റ്റ്, സ്റ്റാർച്ചിന് സ്റ്റോർ ചെയ്യണവരെ എമിലോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഫാറ്റിന് സ്റ്റോർ ചെയ്യണവരെ ഇലിയോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. പ്രോട്ടീന് സ്റ്റോർ ചെയ്യണ പ്രോട്ടിയോണോപ്ലാസ്റ്റ് അല്ലെങ്കിൽ എല്യൂറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. പിന്നെന്താ? പിന്നെ ഇത്രയാണ് നമ്മൾ പറയണേ. അതായത് പ്ലാസ്റ്റിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്ലൂക്കോപ്ലാസ്റ്റിഡ്സ് ഒന്ന്, അതിനകത്ത് എമിലോപ്ലാസ്റ്റ്, ഇലിയോപ്ലാസ്റ്റ്, പ്രോട്ടീനോപ്ലാസ്റ്റ്. സ്റ്റാർച്ച്, പ്രോട്ടീന്, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന അനുസരിച്ച് പല നെയിം കൊടുത്തിരിക്കും. പിന്നെ ഉള്ളതാണ് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോ എന്ന് പറഞ്ഞാൽ പല പല കളർ ഉള്ളതാട്ടോ. ഈ ക്രോമോപ്ലാസ്റ്റ് വന്നതാണ് എന്താ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫില്ലില്ലേ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ഈ ക്ലോറോഫില്ലാണ് ചെടിക്ക് എന്ത് കൊടുക്കണേ? പല പല കളറുകൾ കൊടുക്കണം. അപ്പം ഈ പല പല കളറല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ആണ് ചെടിക്ക് എന്ത് കൊടുക്കണേ? പച്ച കളർ കൊടുക്കണേ. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ക്ലോറോപ്ലാസ്റ്റിനുള്ള ക്ലോറോഫിൽ അല്ലേ? ക്ലോറോഫിൽ ചെടികൾക്ക് പച്ച കളർ കൊടുക്കും. അങ്ങനെ ഇത്തരം കാര്യങ്ങളുണ്ട്. ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിലാണ്. അപ്പം ക്ലോറോപ്ലാസ്റ്റിലുള്ള ക്ലോറോഫിലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാ ഫോട്ടോസിന്തസിസ് നടത്തണേ? അന്തരീക്ഷത്തിൽ നിന്നുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ എടുത്തിട്ട് എന്തുണ്ടാക്കും? ക്ലോറോഫിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്തുണ്ടാക്കും? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കും അല്ലെ? ആ ഗ്ലൂക്കോസ് ആണ് അവർ സ്റ്റോർ ചെയ്യണേ, പ്ലാന്റിന്റെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പറഞ്ഞ പ്ലാസ്റ്റിഡ്സിനെ പറ്റി. പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ, ആൽഗയിലും അനിമൽ സെൽസിൽ ഇല്ല. പ്ലാന്റ് സെൽസിൽ സ്റ്റോറേജ് എന്നുള്ള ഫംഗ്ഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യണേ. രണ്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിനെ തന്നെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? മൂന്നാളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാ? എമിലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യണേ, ഇലിയോപ്ലാസ്റ്റ് ഫാറ്റ് സ്റ്റോർ ചെയ്യണേ, പ്രോട്ടീനോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യണേ. പിന്നെ ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിലോ അത് കളർ പിഗ്മെന്റുകൾ, അതിനകത്ത് കുറെ കളർ പിഗ്മെന്റുകൾ ഉണ്ട്. അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ എല്ലാ ക്ലാസ്സിലും ചോദിക്കണേ അല്ലെ? കുറച്ചു പേരൊക്കെയാണ് കമന്റ് ഇടാറുള്ളൂ. എല്ലാവരും കമന്റ് ഇടണോട്ടെ. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ഇടാത്തെ. അപ്പം അത് ആൻസർ ഇടണം ഇതിനകത്ത്. ഓക്കെ, വിച്ച് ഗ്യാസ് ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ? നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ഏത് ഗ്യാസ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന്? അപ്പൊ അതിന്റെ ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം 8 മണി തൊട്ട് 9 മണി വരെ നമ്മൾ ലൈവ് സെക്ഷനിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പം ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.